ഉദ്ഘാടനത്തിന് വേണ്ടി സ്റ്റേജിലേക്ക് കയറിയ ഉടൻ തന്നെ ബി.ജെ.പി. പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ബി.ജെ.പിയുടെ നിരവധി പ്രവർത്തകർ ഈ കരിങ്കൊടി കാണിക്കാൻ ഇവിടേക്ക് എത്തിയിരുന്നു. ഉടൻ തന്നെ ഈ പ്രവർത്തകരെ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി എത്തിയ പോലീസുകാരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ ആ പ്രവർത്തകരെ മുഴുവൻ വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കത്ത്? ബസ്സുകൾ മുഴുവൻ റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. കച്ചവടം നടക്കണം. പാർക്കിംഗ് ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ അനധികൃത അതെങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റുക? അവർക്ക് മുനിസിപ്പാലിറ്റി കൊടുത്തിട്ട് അവർ കോടതിയിൽ ചെയ്തിരിക്കണം. മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിക്കാം. മന്ത്രി പറയും. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം. അവർക്ക് ടെമ്പററി നമ്പർ ഇട്ട് കൊടുത്ത മുനിസിപ്പാലിറ്റിയാണ്, കോടതിയല്ല. ഈ ഘട്ടത്തിൽ നമ്പർ ഇട്ടാത്ത മുനിസിപ്പാലിറ്റിയാണ്. നിങ്ങൾ ചെയർമാനോട് ചോദിച്ചിരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞു. മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് മുനിസിപ്പൽ ഞാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർ ഇട്ട് തരില്ലാന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതി അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ അവർ കാശ് വാങ്ങിക്കുന്നില്ല. ഞാൻ ചോദിട്ടെ, ഇവിടുത്തെ എം പിയാണ്, അതെ, പല രാഷ്ട്രീയ പാർട്ടിക്കാരും. നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം തന്നിട്ടുണ്ട്. നമ്മൾ എത്ര പ്രതിഷേധിച്ചിട്ടുണ്ട് സാർ? 5 വർഷമായിട്ട് ബസ്സിന്റെ അവസ്ഥ അറിയില്ല.